ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇത്ര അധികം പെയിൻ അനുഭവിക്കുന്നത്? ഓക്കെ, റിലേഷൻഷിപ്പ് ഡെത്ത് ആയതിൻ്റെ പേരിലാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വിശ്വാസം, സ്നേഹം അവസാനിച്ചതിൻ്റെ പേരിൽ അവർ നല്ല രീതിയിൽ തന്നെ പെയിൻ അനുഭവിക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ റിലേഷൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ വീണ്ടും എന്നിലേക്ക് തന്നെ വരും എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയചക്രമാണ്. വീണ്ടും നമ്മൾ ഒന്നിക്കാതെ പോകില്ല എന്നുള്ളതാണ്. പ്രിൻസസ് ഓഫ് കപ്പിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. ഓഫറുമായിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെ വരും, ഒന്നാകും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. നിങ്ങൾ അവരിലേക്ക് ചെല്ലുമെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ? 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. 7 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബൗണ്ടറി സെറ്റിങ്സ് ആണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? ഓക്കെ, 2 ഓഫ് സോഡിൻ്റെ എനർജി. രണ്ട് സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. രണ്ട് സിറ്റുവേഷൻ കാരണം ഒരു ഓഫർ തരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, അവർക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള മറ്റെന്തോ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ ലൈഫിലേക്ക് മുന്നോട്ട് പോകണം, ആരെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാത്ത ഒരു സിറ്റുവേഷൻ. ആരുടെ വാക്കാണ് കേൾക്കേണ്ടത്, ആരുടെ വാക്കാണ് സത്യം? ഇപ്പോൾ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു സമയമാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ? തീർച്ചയായിട്ടും ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പം ഇവിടെ രണ്ട് തീരുമാനത്തിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. എന്നാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു തീരുമാനമെടുക്കുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയുള്ള ഒരു തീരുമാനമാണ്. റീയൂണിയൻ ഉണ്ടാകും. സമാധാനത്തോടു കൂടി ഇരിക്കുക, പോസിറ്റീവായ എഫർമേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കാർഡ്സിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ